ഹൈ ഫ്രണ്ട്സ്, അന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്ന ആസൂസിന്റെ ഒരു ടഫ് ഗെയിമിംഗ് സീരീസ് ലാപ്ടോപ്പ് ആണ്. അപ്പോൾ അതിന്റെ മോഡൽ വരുന്നത് 614J എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ആ ബോർഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ കംപ്ലൈൻസ് കസ്റ്റമർ പറയുന്നത് ഡെഡ് ആണ്. വർക്കിങ്ങിന്റെ ഏരിയയിൽ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഓഫായി പോയി എന്നാണ് കസ്റ്റമർ പറയുന്നത്. അപ്പോൾ നമ്മൾ ബോർഡ് പുറത്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ ഇതിലേക്ക് നോക്കുന്ന സമയത്ത് ഇതിൽ ഡസ്റ്റ് കാണുന്നുണ്ട്. അതേമാതിരി തന്നെ ഈ ഫാനിന്റെ ഈ ഒരു ഏരിയയാണ് കാണുന്നത്. ഇതിലൊക്കെ ഡസ്റ്റ് ആണ് നന്നായിട്ട് കാണുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ, നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ബോർഡ് സപ്ലൈ ഒന്നുമില്ല. ഇവിടെ സപ്ലൈ ഇവിടെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓൺ ചെയ്യാം. അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് ഇവിടെ ഇതാണ് ഇതിന്റെ രണ്ട് മോസ്ഫെറ്റ് ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റണം ഇവിടെ എത്ര വോൾട്ടേജാണ് വരുന്നുണ്ട്. ഇവിടെ വോൾട്ടേജ് ഒന്നും വരുന്നില്ല. ഇത് മോസ്ഫെറ്റ് ആണ്. ഈ മോസ്ഫെറ്റ് ഈ കമ്പനി ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ ചാർജിങ് ജാക്ക് വരുന്നുണ്ട്. ഇവിടെ ഡുവൽ മോസ്ഫെറ്റാണ് വരുന്നത്. നമുക്ക് ഈ ബോർഡ് ഊരുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാം ഡുവൽ മോസ്ഫെറ്റ് ഉണ്ടാകുക. പിന്നെ നമുക്ക് ഇവിടെ ഇതൊക്കെ ഈ പോയിന്റ്സ് ഒക്കെ SRCന്റെ പോയിന്റ് 19 വോൾട്ടേജ് വരേണ്ട പോയിന്റ് ആണ്. അഥവാ 0.0 മില്ലി വോൾട്ടേജ് ആണ് ഇവിടെ വരുന്നത്. 0.0 മില്ലി വോൾട്ടേജ് ആണ് ഇവിടെ വരുന്നത്. അഥവാ സപ്ലൈ എടുക്കുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ നമ്മളിപ്പോ ചെക്ക് ചെയ്ത്, ഇപ്പൊ ബോർഡ് ജസ്റ്റ് അയച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് കണ്ട റിസൾട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് 1 by 1 ആയിട്ട് സർവീസ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ബോർഡിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ എങ്ങനെ വെച്ചാൽ ഇത് പ്രോസറാണ് കാണുന്നത്, അതേമാതിരി തന്നെ ഇതിന്റെ ഗ്രാഫിക്സ് കാർഡാണ് കാണുന്നത്. ഇവിടെ PCH, ഈ PCHന് സെപ്പറേറ്റ് ഇവന്മാർ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂളിങ്ങിന്റെ ഫാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താ ലാഭം എന്നുണ്ടെങ്കിൽ PCH കംപ്ലൈന്റ് ചാൻസ് വളരെ കമ്മിയാണ്. കാരണം എല്ലാ ലാപ്ടോപ്പിനും എങ്ങനെ വെച്ചാൽ SOC വരും. അല്ല എന്നുണ്ടെങ്കിൽ H പ്രോസറാണ് കാരണം ഉണ്ടാവുക, സെപ്പറേറ്റ് PCH ഉണ്ടാവും. പക്ഷെ ഇത്രയും കാര്യങ്ങൾ ഇട്ടുകണ് എന്നുണ്ടെങ്കിലും ഇവന്മാർ എന്ത് ചെയ്യില്ല, ഇതിന് സെപ്പറേറ്റ് ഫാൻ കൂളിങ് ഇട്ടിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു മോഡലിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന്മാർ കൂളിങ് പക്കായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് PCH കംപ്ലൈന്റ് ആവാൻ ചാൻസ് വളരെ കമ്മിയാണ്. ഇതിൽ വരുന്ന എങ്ങനെ വെച്ചാൽ ഈ കൂളിങ് വരുന്നത് ഫാനിന്റെ ഈ ഒരു സൈഡിൽ ലെഫ്റ്റ് വരുന്നുണ്ട്. അതേമാതിരി തന്നെ റൈറ്റ് കൂളിങ് വരുന്നുണ്ട്. ഹീറ്റ്സിംഗ് ഒക്കെ അപാര വലുപ്പമാണ്. കണ്ടില്ലേ, ഇത്രയും ടാസ്ക് എത്ര റേഞ്ചിലാണ് ഈ കൂളിംഗ്. ഇവിടെ ഈ ഒരു സൈഡിൽ ഫുള്ളായിട്ട് വേറെ കൂളിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും കൂളിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും ഭയങ്കര കൂളിംഗ് സിസ്റ്റം പക്കായിട്ട് ഈ ഗെയിമിങ്ങിന്റെ ഈ അസൂസ് ടീം ചെയ്തിട്ടുണ്ട്. നല്ല സിസ്റ്റമാണ്, നല്ലൊരു വർക്കിംഗ് ആണ് ഇവര് ചെയ്തിട്ടിരിക്കുന്നത്. PCHന് സാധാരണ ഇതിൽ കൂളിംഗ് ഇവർ ഇട്ട് കൊടുക്കാറില്ല. അപ്പൊ കൂളിംഗ് ഇട്ടിനോട് കൂടിയിട്ട് ഇതിന്റെ കൂളിംഗ് കറക്റ്റായിട്ട് ഇവന്മാരെടുത്തിട്ട് ഏറ്റെടുത്തിട്ട് പോകും. അപ്പൊ സിസ്റ്റത്തിന് കംപ്ലൈൻസ് വളരെ കുറവായിരിക്കും. അപ്പൊ നമ്മൾ ഈ ബോർഡ് അയക്കുന്ന സമയത്ത്, ഹീറ്റ്സിംഗ് എടുക്കുന്ന സമയത്ത്, ഈ റിലേറ്റഡ് ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, കാരണം അതെങ്ങനെ വെച്ചാൽ അത് ഫംഗസ് ഡാമേജ് ആണ്. അപ്പോൾ ഈ ഒരു വാട്ടർ ഡാമേജ് ഉള്ള ഇഷ്യൂ ഫംഗസ് വരുന്ന ഈ ഫംഗസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് സാവകാശം കൊടുത്തിട്ട് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. പിന്നെ ഈ ഒരു ഭാഗമാണ് നമ്മളെ ഫംഗസ് ഉണ്ടായിരുന്നത്. അതിലെങ്ങനെ വെച്ചാൽ പൊടി പൗഡറായിട്ട് ഡസ്റ്റായിട്ട് നിൽക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയതാണ്. പക്ഷെ അവിടെ കാണുന്ന ചെറിയതായിട്ട് ഫംഗസ് പ്രൊഡക്ഷനായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ? പിന്നെ ഈ ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത്, ഓരോ ഭാഗങ്ങളും പക്കാ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അണ്ടറിലേക്ക് അഥവാ ലൈൻസ് അതവിടെ പ്രിൻ്റ് ഉണ്ട്. ആ പ്രിൻ്റ് വഴി കറക്റ്റായിട്ട് കറങ്ങിയിട്ടാണ് ഇതിൻ്റെ ബേണിങ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ സെക്ഷനും തൊടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശെ ഓരോ പാർട്ട് എടുത്ത് നോക്കുകയാണ്. പക്ഷെ ഒറ്റയടിക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒറ്റയടിക്ക് വലിയ രൂപത്തിൽ കട്ടിങ്ങോ കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. എത്രത്തോളം ഡെപ്തിനനുസരിച്ച് നമ്മൾ ഇതിനനുസരിച്ച് ഫ്ലെക്സിബിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, എന്നിട്ട് മാക്സിമം എന്ത് ചെയ്യണം, ഇതിൻ്റെ കാർബൺ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ബ്ലാക്ക് കാർബൺ കാണുന്നുണ്ട്. അതൊക്കെ മൊത്തത്തിൽ റിമൂവ് ചെയ്തിട്ട് എടുക്കേണ്ട ഒരവസ്ഥയാണ്. വളരെ സാവകാശം ചെയ്യേണ്ട വർക്കാണ്. ടൈം നല്ല എടുക്കുന്നുണ്ട്. ടൈം എടുത്താലും വേണ്ടില്ല, നമ്മളാ ചെയ്യുന്ന വർക്ക് അത്രയും ക്വാളിറ്റിയിൽ സാധനം ചെയ്തെടുക്കുക. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രിൻ്റൊക്കെ ഡാമേജ് വരാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്നല്ല ഓരോ പ്രിൻറ്റും നമ്മൾ മാറ്റി എടുക്കുന്നത്. അപ്പോൾ ആക്കത്തിൽ ചെയ്യാൻ കഴിയൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ പോകുന്ന സമയത്തും ഇതിൻ്റെയൊക്കെ അടിഭാഗത്തേക്ക് വീണ്ടും ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ നൈഫ് കാര്യങ്ങൾ ടൂൾസൊക്കെ നമ്മളത് പക്കായിട്ടിരിക്കണം. ഹാർഡായിട്ടുള്ള ടൂൾസ് കൊണ്ട് നമ്മൾ തൊടാനും പാടില്ല.
അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു ഷേപ്പിൽ കട്ടിങ് നമ്മൾ ചെയ്യുന്നത് കണ്ടില്ലേ, ഒറ്റടിക്ക് ഡാർക്ക് ആക്കിയിട്ട് നേരെ അടിഭാഗത്തേക്ക് പോവാതെ നൈസായിട്ട് ആക്കത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കാനേ കഴിയും. നമ്മൾ സ്പീഡാക്കരുത്, വളരെ ക്ഷമയോടെ തന്നെ മാത്രം കൈകാര്യം ചെയ്യണത് ഈ വർക്കായതുകൊണ്ട്. നമുക്ക് ഇതിൻ്റെ റിസൾട്ടാണ് നമ്മൾ കിട്ടേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ടൈം എത്ര എടുത്താലും വേണ്ടില്ല എന്ന് പറയാനും കാരണം. ഈ വക ടൈപ്പിൽ ഫെയറിംഗ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടൂള് അത്രയും ഫാസ്റ്റായിരിക്കും വെച്ചാൽ അത്രയും നൈസ്, നല്ല ഷാർപ്പായിരിക്കണം ടൂളുകൾ. ഇതൊക്കെ ബ്ലേഡൊക്കെ വെച്ചാൽ അത്രയും നൈസിൽ വെല്ല വെക്കുന്നതോട് കൂടി തന്നെ കറക്റ്റ് നമ്മൾ വിചാരിച്ച ടൈപ്പിൽ തന്നെ കട്ട് ചെയ്ത് പോകും. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഈ ഭാഗം കണ്ടില്ല, പക്കാ ക്ലീനാണ്, നീറ്റാണ്, കാർബൺ ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് കാര്യങ്ങളിൽ നീങ്ങാൻ കഴിയും. ഇതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് ഓക്കെയാണ്. അപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വർക്ക് ചെയ്ത ഹിസ്റ്ററി എന്നുണ്ടെങ്കിൽ നല്ല ലോട്ട് ടൈമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഭാഗം പ്രിന്റ് കണ്ടില്ലേ, ഈ ബോർഡിൽ എങ്ങനെയാ വെച്ചാൽ അഡീഷണൽ നമ്മൾ പ്രിന്റ് ഒരു വലിയ പ്രിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3.3 ലൈനിലാണ് ഈ പ്രിന്റ് മിസ്സിങ് അയക്കുന്നത്. ഇതിൻ്റെ അടിഭാഗം തന്നെ ഇപ്പോൾ ഇതിൽ കാണുന്ന സമയത്ത് ഓരോ ലെയറുകളാണ്. ഓരോ ലെയറിലും ഇതിലിപ്പോൾ ഈ ബോർഡിൽ PCB ആണെന്ന് നമ്മളിപ്പോൾ കണ്ടപ്പോൾ ഒരു 5 ലെയർ ഇവിടെ കാണുന്നുണ്ട്. ഈ 5 ലെയറിലും ഇതിലൂടെ സിഗ്നൽ വിത്ത് സപ്ലൈ ആണ് മൊത്തത്തിൽ കറങ്ങി പോകുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിലൊക്കെ സപ്ലൈ പോകുന്നത് 20 വോൾട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ലെവലിലേക്ക് ഇത്രയും ലെവലിലേക്ക് ഫെയർ ആവാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എസ്റ്റിമേറ്റ് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഡസ്റ്റ് ഇരിക്കുന്നുണ്ട് അല്ലേ, ഈ ഡസ്റ്റ് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഈ കട്ടിയായ ഡസ്റ്റ് ഈ ബോർഡിൽ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഭാഗത്ത് ബോർഡിൽ ഇവിടെ കട്ടിയായിട്ട് ഇരുന്നിട്ട് പിന്നെ നമ്മളെ കേരള ക്ലൈമറ്റിലാണെങ്കിൽ 6 മാസത്തെ വെയിലിൽ 6 മാസത്തെ മഴ ഉണ്ടാവുക. ഈ ഈർപ്പം ചെല്ലുന്ന സമയത്ത്, ഈ ക്ലൈമറ്റ് ചേഞ്ച് ആകുന്ന സമയത്ത് ഈർപ്പം ഇതിലേക്ക് കടന്നു കൂടിയിട്ട് ഞാൻ ഈ പറയുന്ന മായി തന്നെ ഇതിന്റെ ലെയറുകളുടെ ലെയറിൽ ഈ ചെറിയ രീതിയിൽ ഫംഗസ് അവിടെ പ്രൊഡക്ഷൻ ആകണം. ഈ പ്രൊഡക്ഷൻ ആകുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന്, ഇതിന്റെ അടിഭാഗത്ത് അണ്ടറിലൂടെ എന്ത് ചെയ്യുന്നത്, ഹെവി ആംബിയറിലുള്ള വോൾട്ടേജ് പാസിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അണ്ടറിലൊക്കെ 20 വോൾട്ടേജ് നമുക്ക് മൾട്ടിമീറ്റർ നോക്കിയാൽ ഐഡിയ കിട്ടും. നമ്മളിപ്പോ സപ്ലൈ കൊടുത്തിട്ട് അപ്പൊ നമുക്ക് എന്താ ചെയ്യുക, സപ്ലൈ ഓൺ ആക്കിയിട്ട് ഇവിടെ സപ്ലൈ ഇവിടെ കൊടുക്കുക. സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ പറയുന്ന മായി തന്നെ നമ്മൾ എന്ത് ചെയ്തു, ലെയർ കംപ്ലീറ്റ്ലി നമ്മൾ കട്ട് ചെയ്താണ്, ഓരോ ലെയറായിട്ട് കട്ട് ചെയ്താണ്. അപ്പൊ അത് ഇരിക്കാൻ റീസൺ നമ്മൾ പറഞ്ഞതുമായി തന്നെ ഇതിൽ ഫംഗസ് ഇരുന്നു, അതിലൂടെ വോൾട്ടേജ് ആംബിയറിൽ ഹൈ റേഞ്ചിലുള്ള ആംബിയറിലെ വോൾട്ടേജിൽ പാസ് ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരു പാർക്കിങ്, ജസ്റ്റ് ഒരു ആർക്കിങ് വരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മൊത്തമായിട്ട് കത്തിയതാണ്. നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ കാര്യങ്ങൾ കട്ട് ചെയ്തില്ലേ, കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടായി. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ആർക്കിംഗ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മൊത്തമായിട്ട് ഇതിന്റെ ഏരിയ മൊത്തമായിട്ട് ബ്രേക്ക് ആവുക ചെയ്യുന്നത്. അപ്പൊ ഈ ആർക്കിംഗ് വരാനുള്ള റീസൺ ഈ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡസ്റ്റ് ഇവിടെ ഇരുന്നു, അപ്പൊ ഈർപ്പായി, ക്ലൈമറ്റ് ചേഞ്ച് ആയി. അപ്പൊ അത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് വിഷയം ഉണ്ടാവില്ല. ഇതെങ്ങനെ വെച്ചാൽ ഒരു കൊല്ലം, 1.5 കൊല്ലം, 2 കൊല്ലം ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ യൂസിങ് എത്രത്തോളം വന്നിക്കണോ, അതേമാതിരി തന്നെ ഡസ്റ്റ് എത്രത്തോളം വന്നിക്കണോ, ഈർപ്പം എങ്ങനെ കയറിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കിവിടെ കണ്ട കേസിൽ ഈ ഒരു റീസൺ, ഇത് കത്താനുള്ള ഫെയർ ആവാനുള്ള റീസൺ എന്നുണ്ടെങ്കിൽ ഇത് വന്നു, ചെറിയൊരു ആർക്കിംഗ് വന്നിട്ടുണ്ടാവും. ഈ ആർക്കിന്റെ അണ്ടറിൽ എന്ത് ചെയ്തു, ഫുള്ളായിട്ട് ഇതിൽ വലിയ വോൾട്ടേജുകൾ പോകുന്നത് ആംബിയറുള്ള ആ വോൾട്ടേജുള്ള ഈ ഏരിയ ഫുള്ളായിട്ടാണ്ട് ബ്രേക്ക് ചെയ്ത് കാർബൺ മൊത്തമായിട്ടാണ് കത്തിയതാണ്. കത്തി കഴിഞ്ഞാൽ കാർബൺ വരുന്ന സമയത്ത് ഇതേമാതിരി ഒരു കാർബൺ ഒരു സെല്ല് വന്നിട്ടുണ്ടെങ്കിൽ അത് മൊത്തമായിട്ടാണ്ട് സ്പ്രെഡ് ചെയ്യുക. അങ്ങനെയാണ് ഈ മൊത്തത്തിൽ ഇത് നമ്മളിപ്പോ ഈ അലുവൊക്കെ മുറിക്കുന്ന മാതിരിയാണ് മുറിച്ചിരിക്കുന്നത്. ഇങ്ങനെ മുറിക്കാൻ കഴിയുക, അല്ലാതെ സ്ട്രൈറ്റ് മുറിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഷോർട്ട് ഡബിൾ ആവുക ചെയ്യാം. ഓക്കെ, അപ്പൊ 4 ലെയറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാലാണ് ഈ സാധനം സക്സസ് റേറ്റ് കിട്ടുക, അല്ലാന്നുണ്ടെങ്കിൽ സക്സസ് റേറ്റ് കിട്ടൂല. അപ്പൊ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ കൂടെ ഞാൻ സപ്ലൈ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വോൾട്ടേജ് ഉണ്ടാകുന്നുള്ളത് നോക്കാം. അപ്പൊ മൾട്ടിമീറ്റർ നോക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന വോൾട്ടേജ് എന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് 20 വോൾട്ടേജ് ആണ്, അഡാപ്റ്ററിന്റെ 20 വോൾട്ടേജ് ആണ്. അപ്പൊ അഡാപ്റ്ററിന്റെ 20 വോൾട്ടേജ് ഇത്രയും ആംബിയർ ഉള്ള, ഈ നല്ല ആംബിയറിൽ 12-16 ആംബിയർ ഉള്ള അഡാപ്റ്ററാണ് ഈ പോകുന്നത്. അപ്പൊ ഈ സപ്ലൈ ഇതിലൂടെ കറണ്ട് അഥവാ നമ്മളിപ്പോ പ്രൊസസ്സറൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഹെവി ലോഡ്, അതേമാതിരി ചാർജ് സെക്ഷനിൽ ഹെവി ലോഡാണ് ഇടുക. അപ്പൊ ഈ ലോഡ് എടുക്കുന്ന സമയത്ത് ഈ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ലീക്കേജ്, ചെറിയൊരു ഫംഗസ് വന്നിട്ടുണ്ടെങ്കിൽ ബേൺ ആണ് ആവുന്നത്. പിന്നെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് 3.3 സപ്ലൈ ആണ്. അപ്പൊ 3.3 ഇവിടെ എടുക്കുന്നത് ഇതൊക്കെ കത്തൽ എന്താ ഇരിക്കുന്നത് സംഭവിച്ചിരിക്കുന്നത്. മൾട്ടിമീറ്റർ 3.3 സെറ്റ് ആയിട്ട് ഇവിടെ ജമ്പർ, നമ്മൾ തൽക്കാലം ജമ്പർ ഇട്ടാണ്. ഇതിന്റെ വർക്ക് എന്നുണ്ടെങ്കിൽ ഇതിന്റെ കഴിഞ്ഞിട്ടൊന്നുമില്ല, കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാൻ വേണ്ടിയിട്ട്, ഡിസ്പ്ലേ വരുന്നുണ്ടോ കാര്യങ്ങളെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഫുള്ളായിട്ട് നമ്മൾ UV ഒക്കെ ഇട്ടിട്ട് പക്കായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കണം.
ഡെലിവറി ടൈം ആയിട്ടില്ല. കസ്റ്റമർ തന്നെ ഈ കസ്റ്റമറുടെ ഒരു പ്രത്യേകത എന്ന് തന്നെ പറയണം. കാരണം കസ്റ്റമർ കൊണ്ടുതന്ന ഉടൻ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായത് ചെറിയ ടൈം എടുക്കും എന്നുള്ള. അഥവാ അത് ഓൾറെഡി സർവീസ് സെന്ററിൽ പോയ സാധനങ്ങളാണ്. സർവീസ് സെന്ററിന് അഥവാ നമ്മുടെ അസൂസിന്റെ ഒക്കെ സർവീസ് സെന്ററുകൾ പോണ ലാപ്പുകൾ ഇതേമാതിരി നമ്മളിവിടെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവർ പറഞ്ഞ കാര്യമില്ല എന്ന് വെച്ചാൽ ബോർഡ് റീപ്ലേസ് ആണ്, ചിപ്പാലും അവർ ഉണ്ടാവില്ല, ബോർഡ് റീപ്ലേസ് ആ ചെയ്യുക. ഈ ബോർഡ് റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു കോസ്റ്റ്, ഒരു 50,000 രൂപയുടെ കോസ്റ്റിലൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. ഇത് കിട്ടാൻ 10-15 ദിവസം എടുക്കാറുണ്ട്. അപ്പൊ നമുക്കിവിടെ അവർ തന്ന ടൈം എന്ന് പറഞ്ഞാൽ 1 വീക്ക്, ഒരു 2 വീക്ക് മാക്സിമം. 1 വീക്കിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ അത് കൊണ്ടുവന്നിട്ട് 1 വീക്ക് ആയിട്ടില്ല. എസ്റ്റിമേറ്റ് നമുക്ക് എന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൺഫർമേഷൻ ഒക്കെ എടുത്തിട്ട് ഡിസ്പ്ലേ വരേണ്ട കണ്ടീഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വർക്ക് പെൻഡിങ് എടുക്കുകയാണ്, അഥവാ ചാർജിങ് സെഷൻ പെൻഡിങ് ആണ്. അതേമാതിരി തന്നെ USB കാര്യങ്ങൾ HDMI ഔട്ട് ഒന്നും നമുക്ക് അറിയില്ല. നമ്മൾ ജസ്റ്റ് പോയി വർക്ക് കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം എടുത്തിട്ട് നമുക്ക് ചെക്കിംഗ് ഉണ്ട്, ഡിസ്പ്ലേ കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കാനാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈസിങ് വെക്കാൻ പോകുന്നത്. ഈസിങ് വെക്കുന്ന സമയത്ത് നമ്മൾ ഈ പേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിന്റെ കമ്പനി പേസ്റ്റ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ ലെവൽക്ക് കംപ്ലൈൻസ് ആയിട്ടില്ല. ഇതൊക്കെ പുതിയ സാധനങ്ങൾ തന്നെ എടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും ആവാതെ കറക്റ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കണം. എന്നതിന് ശേഷം നമുക്ക് എവിടെയൊക്കെ പേസ്റ്റ് കാര്യങ്ങൾ കുറവുള്ളത് അതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇത് ജസ്റ്റ് നമുക്ക് ചെക്കിംഗ് ആണ് നമുക്ക് ആവശ്യം. നമ്മൾ സ്ക്രൂവിന്റെ ആ മെഷർമെന്റ് കറക്റ്റ് ആക്കിയിട്ട് തന്നെ നമ്മൾ വെച്ച് കൊടുക്കുക. ഓക്കെ, സിസ്റ്റം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം, ഡിസ്പ്ലേ വരുന്നുണ്ടാന്ന് നോക്കാം. സപ്ലൈ ഒക്കെ നോക്കുന്ന സമയത്ത് വോൾട്ടേജുകളൊക്കെ കയറി വരുന്നുണ്ട്. ഡിസ്പ്ലേ വരാൻ ലാഗ് ആയിട്ടാണ് മനസ്സിലാകുന്നത്. സപ്ലൈ കയറി വരുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഡിസ്പ്ലേ ഓക്കെയാണ്. ചെക്കിങ് ലാഗ് ആവാൻ ചാൻസ് കൂടുതലെന്ന് വെച്ചാൽ അതിൽ ബാറ്ററി ഇല്ല. ഇതിന്റെ CMOSന്റെ ബാറ്ററി ഒക്കെ ഫുള്ള് റീസെറ്റ് ആണ്. അപ്പോൾ റീസെറ്റ് ആയിട്ടിരിക്കും സിസ്റ്റം ഓൺ ആയിട്ട് വരാൻ. അപ്പോൾ ഇതിൽ ഫെയറിംഗ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഈ കംപ്ലൈന്റ് ആവാനുള്ള റീസൺ എന്നുണ്ടെങ്കിൽ ഫെയറിംഗ് ആണ് ഒന്ന് ഇഷ്യൂ ഉണ്ടായിരുന്നത്. ആ ഫെയറിംഗ് കൊണ്ടാണ് ഇത്രയും കംപ്ലൈന്റ് വന്നത്. ടൈമും കൂടുതൽ എടുത്തിരിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ഈ പറയുന്ന മാതിരി തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഫാൻ ഒന്നും റൺ ആവില്ല. അപ്പോൾ ഈ ഫാൻ ഇവിടെ ലെഫ്റ്റ് സൈഡ് ഫാൻ ഓഫ് ആയി കിടക്കുന്ന, റൈറ്റ് സൈഡ് മാത്രം കറങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കൂളിങ്ങിനനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. PCHന്റെ ഫാൻ പക്കായിട്ട് സെറ്റായിട്ട് ഓടുന്നുണ്ടായിരുന്നു. ഇനി ഇതിന്റെ ചാർജിങ്ങിന്റെ സെക്ഷനൊക്കെ ഇനി എടുക്കുകയാണ് വർക്ക്. അതല്ലാതെ പിന്നെ USB ബാക്കിയുള്ള വർക്കുകൾ എന്താണെന്നുള്ള ഐഡിയ ഇട്ടില്ല നമുക്ക്. ഏതായാലും നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏതായാലും ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യാം, നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.